ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പിന്നെ അതുപോലെ മുട്ടക്കറിയുമാണ് കേട്ടോ. അങ്ങനെ ആ ചപ്പാത്തിയൊക്കെ അത്യാവശ്യം പരത്തിയും പിന്നെ കുറച്ചെണ്ണമൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ കറിയിൽ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുളകിട്ട് വറ്റിച്ചെടുത്തൊരു മുട്ടക്കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, തേങ്ങ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതാ ചപ്പാത്തിയൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ അത്യാവശ്യം ചുട്ട് തീരാറായിട്ടുണ്ട്. ഞാൻ ആശീർവാദിൻ്റെ ചപ്പാത്തി പൗഡർ ആട്ടോ എടുത്തത്, അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതായി ഒരു ചട്ടി വന്നിട്ട് കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്താണ് കേട്ടോ. വേറെ പാത്രമുണ്ട്. ചപ്പാത്തിയൊക്കെ ചുട്ടിട്ടിപ്പം കുറച്ചായി കേട്ടോ. അതുകൊണ്ട് അയ്മണ വന്നിട്ട് ഞാനൊന്ന് എടുത്ത് കൊടുത്താട്ടോ, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന്. പിന്നെ അയ്മണ്ണ് അതുപോലെ കുറച്ച് പൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഫസ്റ്റ് ഇട്ട് കൊടുത്തൊരു പൂരിയാണ് കേട്ടോ. അപ്പോൾ പൊങ്ങി വരാൻ കുറച്ചൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത പൂരിയൊക്കെ നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് എടുക്കും കേട്ടോ. അങ്ങനെ വേഗം അയ്മണ്ണ് ചായ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ കളിക്കാൻ പോയാൽ പിന്നെ അയ്മണ്ണ് ചായ കുടിക്കാനൊന്നും കിട്ടൂല കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വരാൻ വിളിച്ചാൽ വലിയ പാടാണ്. അപ്പോൾ അയ്മണ്ണ് വേഗം ആദ്യം ചായ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ കറിയൊക്കെ ഒന്ന് കൂട്ടിയിട്ടാണ് കേട്ടോ അയ്മണ്ണ് കഴിക്കുന്നത്. ചിലപ്പോൾ അയ്മണ്ണ് കറിയൊന്നും പറ്റൂല. പിന്നെ 2 ചപ്പാത്തിയും കൂടി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ള് കഴിച്ചില്ല കേട്ടോ. പിന്നെ ബാക്കി ഞാനാണ് കഴിച്ചത്. അങ്ങനെ ഇതാ ലാസ്റ്റ് പൂരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൂരി ഈ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടോ, ചൂട് തണിയാൻ വേണ്ടിയിട്ട്. ഇത് അയ്മണ ഒരു ചപ്പാത്തി ആട്ടോ കഴിച്ചത്. അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അയ്മണ്ണ് 2 ഗുളിക കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ രാത്രിയാണ് ഉള്ളത്. അപ്പോൾ രാവിലത്തെ ഗുളിക എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ സിറപ്പൊക്കെ ആയിരുന്നല്ലോ കഴിക്കൽ. ഇപ്പോൾ അയ്മണ്ണ് 8 വയസ്സായി കേട്ടോ. അപ്പോൾ ഗുളിക വേണമെന്ന് ചോദിച്ചപ്പം ഗുളിക എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പേടിയാട്ടോ ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വിധത്തിലൊക്കെ അവന് ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ട്. അസുഖം മാറിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്തതാണ്. അങ്ങനെ പിന്നെ അതാ അയ്മണ്ണ് ഫോണോ കണ്ട് വീട്ടിലിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം മീൻ പിടിക്കുന്ന ചൂണ്ട വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പൈസ വാങ്ങുകയാണ്. പിന്നെ കടയിൽ പോയി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം പോയി വന്നോ എന്താ നമുക്കറിയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയതാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ അവനും ഫ്രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയ്മണ്ണ് ചൂണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അയ്മണ്ണിൻ്റെ ചൂണ്ട. നമ്മളെ വീടിൻ്റെ മുമ്പിൽ നല്ല പാടവും തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ അയ്മണി മീൻ പിടിക്കുന്നത്. അങ്ങനെ അയ്മണി മീനൊക്കെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ നാളെ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.